ടി ജി, ബംഗാളിൽ കടുത്ത യുദ്ധമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ജനാധിപത്യ യുദ്ധം, അടി തിരിച്ചടി. മാത്രമല്ല കേന്ദ്രസേന ഇറക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഒരു സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മമതയ്ക്കുണ്ടെന്നും തോന്നുന്നു. അപ്പോൾ പൊതുവേ ഈ ബംഗാളിലൊരവസ്ഥയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതെ, ബംഗാളിൽ BJPക്ക് ഞാൻ നല്ല ചാൻസ് കാണുന്നു. അതിൻ്റെ കാരണം 92% പോളിംഗ്, 92.91 അങ്ങനെ നീക്കിയായിരുന്നു. അത് അല്ല 91.91, അത് 92 ആകും, 92 92.5 ഒക്കെ ആകും. അത് വലിയൊരു കാര്യമാണ്. ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഭരണകക്ഷിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനെ ഇറക്കിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നു, അങ്ങനെ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു. ഇതായിരുന്നു ഒരു അക്സെപ്റ്റഡ് നോം, അത് സത്യവുമായിരുന്നു. തെരഞ്ഞെടുപ്പിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 2010 വരെ. 2010 കഴിഞ്ഞപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിനെ ചലഞ്ച് ചെയ്തു, എന്ന് വെച്ചാൽ ഡിസ്പ്രൂവ് ചെയ്തു. അങ്ങനെയല്ല, ആൻറ്റി ഇൻകംബൻസിക്ക് മാത്രമല്ല പോളിംഗ് ശതമാനം കൂടുന്നത്, ഇൻകംബൻ്റ് സർക്കാരിനെ ഇയാൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഭീകരമായിട്ട് വോട്ട് ചെയ്യും. അങ്ങനെ തെളിയിച്ചു. അങ്ങനെ തെളിയിച്ചതിൽ ഒരാൾ നമ്മളുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രാവിലെ ഇറോ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് 32% മറ്റോ എത്തി പോളിംഗ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള കഥ, പക്ഷെ തിരിച്ചായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ തിരിഞ്ഞു. ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭരണകക്ഷി ഇറങ്ങിപ്പോകുമെന്നോ പ്രതിപക്ഷം കയറി വരുമെന്നോ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. ബട്ട് ബംഗാളിലെ കാര്യം ഡിഫറൻ്റാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. 84% മമത ആദ്യം ജയിക്കുമ്പോൾ, 84 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, അവർ ജയിച്ചു. പിന്നെ അത് 85 പോയിൻറ്റ് സംതിങ് ആയി അവർ ജയിച്ചു. വീണ്ടും 84 പോയിൻറ്റ് സംതിങ് ആയി അവർ ജയിച്ചു. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഈ SIR കാരണം ഒരു 1-1.5% പോളിംഗ് കൂടി എന്ന് പറയാം. SIR കൊണ്ട് പോളിംഗ് കൂടുമല്ലോ. കാരണം 100 പേര് വോട്ട് ചെയ്തു, 100 വോട്ടർമാരുണ്ട്, അതിൽ 90 പേര് വോട്ട് ചെയ്ത് 90%. ഇതിനകത്ത് 10 ഫേക്ക് വോട്ടർമാരായിരുന്നു, അവർ നമ്മൾ മാറ്റി 90 ആക്കി. ഈ 90 പേര് നേരത്തെ വോട്ട് ചെയ്ത് സത്യസന്ധമായിട്ട് അവരിൽ 80 പേര് വോട്ട് ചെയ്തു. അപ്പോഴും ഏകദേശം 99-81 അങ്ങനെ ഒരു 80% നിൽക്കും. അതാണ് ഇത് നമ്മുടെ SIR വരുമ്പോൾ പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യത. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ കൃത്യമായിട്ട് ഫിറ്റാവുന്നില്ല. ആ ഉദാഹരണം 10% വ്യത്യാസമൊന്നും വരില്ല, 1-1.5. അത് പോയി കഴിഞ്ഞാൽ ബാക്കി ആരാണ് വോട്ട് ചെയ്തത്? അവിടെ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കേന്ദ്രസേന ഇറക്കി 2.5 ലക്ഷം എന്ന് പറയുന്നത് കേട്ടോ. മമതാ ബാനർജിയുടെ അലിഗേഷനാണ്, എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവർ പറയുന്നത് 2.5 lakhs കേന്ദ്രസേന ഇറക്കുന്നു. ബട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്രസേനയാണ്. അവിടെ ഒരു കള്ളത്തരവും ഒന്നും അനുവദിക്കുകയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രസേനയാണ്, ബംഗാളികൾ പോലുമല്ല. അപ്പോൾ അവർ ബൂത്തിൻ്റെ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. നമ്പർ 2, ഈ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. തെരഞ്ഞെടുപ്പിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ പില്യൻ റൈഡറിനെ നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ ഒരാളെ പറ്റുള്ളൂ, ആ രീതിയിലാക്കി. അപ്പോൾ TMCയുടെ ഒരു പരിപാടിയായിരുന്നു ഈ മോട്ടോർ സൈക്കിളിൽ പോയി ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക. ചെറിയ ഗലിയിലൊക്കെ മോട്ടോർ സൈക്കിളിൽ കയറി ചെല്ലുള്ളൂ, വണ്ടിയൊന്നും കയറി ചെല്ലും. പിന്നെ 2 ആൾ മതി ഭീഷണിപ്പെടുത്താൻ. ഒരു ഗലിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ചെറിയൊരു
കട പാനൊക്കെ വിൽക്കുന്നു. അവിടെ ഈ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് ഇവർ ചുമ്മാ അവിടെ നിൽക്കും. അതിലെ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടി. അപ്പോൾ അത് കുറേ അധികം, ഇതുകൊണ്ടൊന്നും കുറയുന്നൊന്നുമല്ല, നിന്നു പോകുമെന്നല്ല, കുറേ അധികം TMCയുടെ ഇത്തരം ബലപ്രയോഗം ഇത് വലിയ കാര്യമില്ല കേട്ടോ. ഇത് CPM ചെയ്തുകൊണ്ടിരുന്നു. CPM പോയപ്പോൾ അവരെല്ലാം മമതയുടെ കൂടെ കൂടി അവർക്ക് ഈ ടെക്നിക്ക് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാനറിയാം. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ വന്നതോടെയാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത്.